ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇവിടെ ഏകദേശം ഒരു ഈവനിങ് ആയി. എൻ്റെ മകൻ ഇപ്പോൾ ഓൾറെഡി സ്കൂളിലാണുള്ളത്, പ്രീ സ്കൂളിലാണുള്ളത്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് ഞങ്ങളിപ്പോൾ അവനെ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഈവനിങ്ങിൽ ഞാൻ അവനെ കൂട്ടാൻ പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം സമയം 3:30 അപ്പോൾ ഇവിടെ നിന്നൊരു ബസ് കയറി ഒരു 2 സ്റ്റോപ്പേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാം. ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നൊരു 5 മിനിറ്റ്സോളം നമുക്ക് നടക്കാനുണ്ട്. എന്നിട്ട് അവനെ കൂട്ടി വരികയാണ് ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ശനി ഞായർ ഞങ്ങൾ അങ്ങനെ കൂടുതൽ പുറത്ത് പോയി പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ഷോപ്പാണ് ഇക്ക, അതുപോലെ തന്നെ ലിഡിൽ. ഞങ്ങൾ അവിടെ നിന്നാണ് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം ഞാൻ കരുതി നിങ്ങളെ അവിടെ ഒന്ന് കാണിക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മാർക്കറ്റ് എന്നൊക്കെയെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മകനെ കൂട്ടി നേരെ ഷോപ്പിങ്ങിലേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു സാധനം എടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ട്രോളി. യൂഷ്വലി ഞങ്ങൾ സാറ്റർഡേ സൺഡേ ആണ് ഇങ്ങനെ ട്രോളി എടുത്ത് പർച്ചേസ് ചെയ്യാൻ പോവാറ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പകരം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതായിരിക്കും. ഞാനിപ്പോൾ പുറത്തിറങ്ങി. ഇപ്പം ക്ലൈമറ്റ് കുറച്ചൊരു ക്ലൗഡിയാണ്. മഴയും കാര്യങ്ങളൊന്നും തന്നെ നെറ്റിൽ നോക്കിയ സമയത്ത് കണ്ടില്ല, അതുകൊണ്ട് കുടയൊന്നും എടുത്തില്ല. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി 3:50 ബസ് ഉള്ളത്. അപ്പോൾ ബസ് പിടിച്ചിട്ട് വേണം പോവാൻ. സൈഡിലൊക്കെ നല്ല ഫ്ലവേഴ്സ് കാണാം. നമ്മുടെ നാട്ടിലുള്ള റോസ് പൂ ഒക്കെയാണത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റോസ് പൂ ആണ്. അതായത് ലൈറ്റ് പിങ്ക്. അപ്പം നമ്മുടെ പ്രീ സ്കൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ് വഴി അവരെല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യും. അതായത് നമ്മുടെ സ്കെഡ്യൂളിങ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രീ സ്കൂളിൽ അവർ ചെയ്യുന്നത്. ഇന്ന് പ്രീ സ്കൂളിൻ്റെ കളക്ഷൻ ഇവിടെ വെച്ചിട്ടാണ്, അതായത് നമ്മൾ പാർക്കിൽ വെച്ചിട്ടാണ് കുട്ടികളെ കൂട്ടേണ്ടത്, അല്ലെങ്കിൽ സ്കൂൾ വെച്ചിട്ടാണ് കൂട്ടേണ്ടത്. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും അവർ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ആപ്പിൽ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. എല്ലാ ദിവസവും ഞങ്ങൾ കൂട്ടേണ്ടത് പാർക്കിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പ്രകാരം അവർ ഇന്ന് കളക്ഷൻ ഇൻഡോർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീ സ്കൂളിൽ നിന്ന് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യൂ കാണാം. മകനെ കൂട്ടി വന്നു. സത്യൊരു ഹായ് പറഞ്ഞേ. എങ്ങനെ സ്കൂളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിനോ? ഫുഡ് കഴിച്ചിനോ? സ്കൂളിൽ കഴിച്ചിന്. ഇഷ്ടമായിനോ ഫുഡ്? അതെയോ? സ്കൂൾ ഇഷ്ടമായോ? ഓക്കെ. സാത്തിപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ മാളിലെത്തി. ഈ മാളിൻ്റെ ഉള്ളിലാണ് ഇക്ക, ലിഡിൽ പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഡ്രസ് ഷോപ്സ്, H&M, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ലിഡിലെത്തി. ലിഡിലിൻ്റെ എൻട്രൻസ് ആണിത്. ഫസ്റ്റ് തന്നെ കുറേ ഫ്ലവേഴ്സ് സെല് ചെയ്യാൻ വെച്ചത് കാണാം. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ കാണാൻ പറ്റും. ബനാന, ആപ്പിൾ, അതുപോലെ സിട്രസ്, ഷമാം, ഇതൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഇവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഇവരുടേതായ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഈ ഒരു ബോക്സിൽ കാണുന്നത് ഫുൾ ചിക്കൻ, ബീഫ്, അതുപോലെ ഫിഷ് ഐറ്റംസ് ആണ്. വിത്ത് മസാലാസും വിത്തൗട്ട് മസാലാസും ഉണ്ട്. ഇത് അഗെയിൻ ഫ്രൂട്ട്സ്, പൈനാപ്പിളൊക്കെ കാണാം നിങ്ങൾക്ക്.
ഇതൊക്കെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെയാണ്. നട്ട്സും അതുപോലെ സ്നാക്ക് ഐറ്റംസാണ് ഈ ഒരു റാക്ക് കാണുന്നത്. ഇത് ഐസ്ക്രീംസിൻ്റെ ഏരിയ ആണ്. ഡിഫറെൻറ്റ് ഫ്ലേവേർഡിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീംസ് അവൈലബിൾ ആണ്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഫ്രോസൺ കൊഞ്ചാണ്. ഇവിടെ ഫിഷ് ഐറ്റംസ് ഒക്കെ അധികവും ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. ഇത് ഫ്രോസൺ പിസയാണ്. ഇത് മിൽക്കിൻ്റെ ഏരിയ ആണ്. നമുക്ക് ഫാറ്റ് അനുസരിച്ച് മിൽക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് മൊത്തം യോഗേർട്ടാണ്. നമുക്ക് പ്ലെയിൻ യോഗേർട്ട്, അതുപോലെ ഫ്ലേവേർഡ് യോഗേർട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് യോഗേർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാം. ഇത് ബട്ടർ ചീസ് അതിൻ്റെ സെക്ഷനാണ്. ഇവിടെ പാസ്ത, അതുപോലെ സ്നാക്ക് ഐറ്റം, ബ്രെഡ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു സെഷനിൽ. ഇത് സോസേജിൻ്റെ ഏരിയ ആയിരുന്നു. ഈ ഒരു സെക്ഷനിലാണ് നമ്മളുടെ കുട്ടികളുടെ ഡയപ്പേഴ്സ്, കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് വെച്ചിരിക്കുന്നത്. സെക്ഷനിൽ സോസും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെജിറ്റബിൾസൊക്കെ കാണാം. ഇവിടെയാണ് ഒണിയൻ, അതുപോലെ കോളിഫ്ലവർ ഒക്കെ നമുക്ക് കിട്ടുക. ഞങ്ങൾ യൂഷ്വലി ഗോൾഡൻ ഒണിയനാണ് വാങ്ങിക്കാറ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് മിനറൽ വാട്ടറും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഇതൊക്കെ കാണാൻ പറ്റും. പെപ്സി, കോള പോലെയുള്ളതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെക്ഷനാണിത്. ഇതോടെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബിൽ സെക്ഷനിലേക്ക് പോയി ബില്ലൊക്കെ ചെയ്തു. സാധനങ്ങളൊക്കെ ട്രോളിയിലാക്കി തിരിച്ചു വന്നു. വൈകുന്നേരം അപ്പോൾ ഏകദേശം ഒരു 5:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.